കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട് വിചാരണ നേരിടുന്ന മുൻ MD KA രതീഷിനെതിരെ ഹൈക്കോടതി രംഗത്ത് വന്നു. രതീഷിനെതിരായ അഴിമതി ആരോപണങ്ങൾ അതീവ ഗൌരവതരമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇത്രയും വലിയ അഴിമതിക്കാരനെയാണോ 3 പ്രധാന സ്ഥാനങ്ങളിൽ നിയമിച്ചതെന്നും കോടതി ചോദിച്ചു. ഈ വിചാരണ നടപടികൾക്കിടയിലും കോടതി വിടാൻ ഒരുക്കമില്ല എന്ന തരത്തിലാണ് ഈ പരാമർശങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ അഴിമതി ആരോപണം നേരിടുന്നവർക്ക് എങ്ങനെ ഈ സ്ഥാനങ്ങൾ ലഭിച്ചു എന്നൊരു ചോദ്യം വരുമ്പോൾ സർക്കാരുകളിലേക്കാണ് കോടതി വിരൽ ചൂണ്ടുന്നത്. രേണുക, പ്രധാനമായും KA രതീഷിനെ 3 പ്രധാനപ്പെട്ട തസ്തികകളിൽ സർക്കാർ നിയമിച്ചിരുന്നു. ഈ കശുവണ്ടി വികസന കോർപ്പറേഷന് മുൻപ് തന്നെ 2019 കൺസ്യൂമർ ഫെഡ് ചെയർമാനായിരുന്നു. അതുപോലെ തന്നെ കൺസ്യൂമർ ഫെഡ് MD ആയി നിയമിക്കാൻ നീക്കം നടന്നിരുന്നു. ഇതിനെതിരെ ശക്തമായ വിമർശനമുയർന്നു. അതുമാത്രമല്ല, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടും KA രതീഷിനെ നിയമിച്ചിരുന്നു. ഇത്തരം സാഹചര്യങ്ങൾ ഇത്ര വലിയ അഴിമതിക്കാരനെ 3 ഇടങ്ങളിൽ നിയമിച്ചത്, ഇത്ര വലിയ അഴിമതിക്കാരനെയാണ് പ്രധാനപ്പെട്ട തസ്തികകളിൽ നിയമിച്ചത് എന്ന് തന്നെയാണ് ഹൈക്കോടതി ചോദിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിനോട് മറുപടി നൽകാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും രേണുക സൂചിപ്പിച്ചതുപോലെ ഈ പ്രോസിക്യൂഷൻ നടപടി തുടരുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് സർക്കാരിന് പ്രോസിക്യൂഷൻ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ അനുമതി നൽകിയതുമായി ഉന്നയിച്ച വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് ഈ കേസ് പരിഗണിക്കുമ്പോഴൊക്കെ ഇതിന്റെ പ്രതിസ്ഥാനത്തുള്ള ആളുകളെ കോടതി നിശിതമായി വിമർശിക്കുന്നത്. നേരത്തെ R ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ടും ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഇടപെടൽ, അതായത് പ്രതി തന്നെയാണോ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്നുള്ള ചോദ്യം ഉന്നയിച്ചിരുന്നതാണ്. എന്തായാലും കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കവേ കോടതി നിശിതമായ വിമർശനമാണ് സർക്കാരിനും പ്രതികൾക്കുമെതിരെ ഉന്നയിക്കുന്നത്. രേണുക, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.